നോളജ് മന്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ സർവീസിൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 4-നാണ് പ്രിലിംസ് എക്സാം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ സിവിൽ സർവീസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് പറയുന്നത്, ഇന്ത്യൻ ഫോറിൻ ട്രേഡ് പോളിസി. അത് KASനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഫോറിൻ ട്രേഡ് പോളിസിയിൽ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് ഇംപ്രൂവിങ് ഇന്ത്യാസ് മാർക്കറ്റ് എന്നതാണ്. അതിനായി ന്യൂ പ്രൊഡക്റ്റ്, ന്യൂ മാർക്കറ്റ് എല്ലാം അവൈലബിൾ ആക്കുക എന്നുള്ള കാര്യമാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് പോളിസിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് അവൈലബിൾ ആക്കുക എന്നുള്ള കാര്യമാണ്. ഡാർജിലിംഗ് ടീ, ബസ്മതി റൈസ്, കാഞ്ചീപുരം സിൽക്സ്, മൈസൂർ സാൻഡൽവുഡ് ഓയിൽ, ഇന്ത്യൻ ഗാർമെൻറ്റ്സ്, ഇന്ത്യൻ സോഫ്റ്റ്വെയർ, സൂറത്ത് ഡയമണ്ട്സ്, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് മോഡേൺ സിമ്പിൾസ് ഓഫ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് പോളിസി. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫോറിൻ ട്രേഡ് പോളിസിയുടെ എക്സ്പയറി ഡേറ്റ് എങ്ങനെയൊക്കെയാണ്, കാലാവധി എങ്ങനെയൊക്കെയാണ് കഴിയുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. 2009 to 2014 വരെ ഉണ്ടായിരുന്ന ആക്ട് മാർച്ച് 31, 2014 എക്സ്പയർ ആവുകയും അതിനുശേഷം പുതിയൊരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. റീപ്ലേസ് ചെയ്തതിന് ശേഷം പുതിയൊരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ന്യൂ FTP ആക്ട് 2015 to 2020 വരെ ആണെന്ന് അനൗൺസ് ചെയ്തു. 2020 കഴിഞ്ഞാൽ പുതിയ ഒരു പോളിസി, ന്യൂ പോളിസി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് പോളിസി ഈസ് ഓൾസോ നോൺ ആസ് EXIM പോളിസി, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി. EXIM പോളിസിയുടെ മെയിൻ എയിം എക്സ്പോർട്ട് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, ഫോറിൻ ട്രേഡിനായി എൻകറേജ് ചെയ്യുക എന്നൊക്കെയാണ്. അതായത് ന്യൂ ട്രേഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ EXIM പോളിസി ഹെൽപ്പ് ചെയ്യുന്നു. ഫോറിൻ ട്രേഡ് പോളിസി പ്രിപ്പയർ ചെയ്യുന്നതും അനൗൺസ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഫോറിൻ ട്രേഡ് പോളിസി എന്നാൽ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും ആവശ്യമായ ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷനും കൊടുക്കുക എന്നതാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് DGFT, അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ്. ഫോറിൻ ട്രേഡ് പോളിസി എക്സ്പോർട്ടേഴ്സിന് ഇൻറ്റേർണലായി പല ഓഫേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടേഴ്സിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ US, യൂറോപ്പ് പോലെയുള്ള മാർക്കറ്റുകളിൽ ന്യൂ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ മേജറൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ന്യൂ ഫോറിൻ ട്രേഡ് പോളിസിയിലൂടെ ചെയ്യുന്നു. ക്യാപിറ്റൽ, ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നിവ ഇൻ്റർനാഷണൽ ലെവലിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. അധിക കൺട്രീസിലും ഇത് GDPയുമായി സിഗ്നിഫിക്കൻ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് GDP എന്നാണ് നമുക്കറിയേണ്ടത്. ഫുൾ ഫോം GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. GDP ഈസ് ദ ടോട്ടൽ മോണിറ്ററി ഓർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ദ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രീസ് ഓർഡർ ഇൻ എ സ്പെസിഫിക് ടൈം പീരീഡ്. അപ്പോൾ എന്താണ് GDP എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഓർഡർ അനുസരിച്ച് ഒരു സ്പെസിഫിക് ടൈമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മോണിറ്ററി വാല്യൂയും മാർക്കറ്റ് വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. ഫോറിൻ ട്രേഡ് പോളിസി എന്നത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഷോർട്ടായി EXIM പോളിസി എന്ന് പറയാറുണ്ട്. ഈ പോളിസിയെ റെഗുലേറ്റ് ചെയ്യുന്നതിനായി ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫോറിൻ ട്രേഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1992. നെക്സ്റ്റായി പറയാൻ പോകുന്നത് EXIM പോളിസിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ഗവേണിംഗ് ബോഡിയെക്കുറിച്ചാണ്. DGFT, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഫോറിൻ ട്രേഡിന് വേണ്ട ഡെവലപ്മെൻറ്റ്സും റെഗുലേഷനും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ആക്ട് 1947 റീപ്ലേസ് ചെയ്തതാണ് പുതിയ ആക്റ്റായ ഫോറിൻ ട്രേഡ് ആക്ട്. ഇന്ത്യൻ EXIM പോളിസിയിൽ പല കാര്യങ്ങളും റിലേറ്റഡ് ആയിരിക്കുന്നു. ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എക്സ്പോർട്ടിന് വേണ്ടി പ്രൊമോഷൻ, റെഗുലേഷൻ, ഇങ്ങനെയുള്ള പല ഹെൽപ്പുകളും EXIM പോളിസിയിൽ ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഫോറിൻ ട്രേഡ് പോളിസിയുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഇതൊരു വൈഡ് ടോപ്പിക്കാണ്. കുറച്ചു ഭാഗം മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. Okay, thanks for watching.